കന്യകയിൽ കൂടി സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവൻ എന്ന നിലയിൽ യേശുക്രിസ്തു ജനിച്ച ശിശുവാണ്. എന്നാൽ പിതാവിൻ്റെ നിത്യപുത്രനായി, നമ്മുടെ വീണ്ടെടുപ്പിനായി പിതാവിനാൽ അവൻ അയക്കപ്പെട്ടവൻ കൂടിയാകുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു നൽകപ്പെട്ട മകനാണ്. ജിയോസനസിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. കഷ്ടത, ഇരുട്ട്, അന്ധതമസ്, മരണത്തിൻ്റെ നിഴൽ, അങ്ങനെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ച ജനത്തിൻ്റെ മധ്യത്തിലേക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ വീശുകയാണ് 9-ാം അധ്യായത്തിൽ. ദൈവത്തിൻ്റെ വിളംബരവുമായി വരുന്ന സുവിശേഷകനായ യെശയ്യാ പ്രവാചകനെയാണ് ഇനി നാം കാണുവാൻ പോകുന്നത്. വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാനുള്ള അവസരമാണ് ദൈവമൊരുക്കുന്നത്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം. ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനായി വരാൻ പോകുന്ന ശിശുവിനെക്കുറിച്ചും അവൻ്റെ ആദ്യത്തെ വരവിങ്കലെ അന്ധകാരപൂർണമായ ദിനങ്ങളെക്കുറിച്ചുമാണ് യെശയ്യാവ് 9-ാം അധ്യായത്തിൽ സംസാരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള പ്രവചനം ഉള്ളതുകൊണ്ട് ഈ അധ്യായം നമുക്കൊക്കെ സുപരിചിതമാണ്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ഇത് സുപരിചിതമാണ്. ആഹാസ് രാജാവിൻ്റെ വാഴ്ചക്കാലത്ത് യെശയ്യാവ് നടത്തിയ പ്രവചനങ്ങളാണ് യെശയ്യാ പ്രവചനം 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നത്. യെശയ്യാവിൻ്റെ ശുശ്രൂഷ കാലത്ത് യഹൂദയിൽ വാണ കൊള്ളരുതാത്ത രാജാക്കന്മാരിൽ ഒരുവനായിരുന്നു ആഹാസ്. ഉസിയ രാജാവിൻ്റെ മരണത്തോടെയാണ് യെശയ്യാവ് പ്രവചന ശുശ്രൂഷ യഥാർത്ഥത്തിൽ ആരംഭിച്ചത് എന്ന് നാം കണ്ടു. 52 വർഷം യഹൂദയെ ഭരിച്ച ഉസിയ ഒരു നല്ല രാജാവായിരുന്നു. തൻ്റെ മകനായ യോധാം ഒരു നല്ല രാജാവായിരുന്നു. എന്നാൽ പിന്നീട് യോധാമിൻ്റെ മകൻ ആഹാസ് രാജാവായി. ഇയാൾ ദുഷ്ടനായ രാജാവായിരുന്നു. വഷളത്വം പ്രവർത്തിച്ച, ദൈവവഴികളിൽ നിന്നും അകന്നുപോയിരുന്ന ഒരു രാജാവ്. യെശയ്യാവ് മശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്തിയത് ഈ ആഹാസിൻ്റെ കാലത്തായിരുന്നു എന്നോർക്കണം. അതിന് പ്രത്യേക കാരണമുണ്ട് എന്ന് നാം മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ആ ദേശത്തിൻ്റെ ചരിത്രത്തിൽ അതൊരു ഇരുണ്ട കാലഘട്ടമായിരുന്നു എന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആഹാസിൻ്റെ കാലഘട്ടം. ഈ സമയത്താണ് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ആ പ്രധാനപ്പെട്ട സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാചകൻ പ്രവചിച്ചത്. നമുക്ക് അതുതന്നെ ഇന്ന് ശ്രദ്ധിക്കാം. ഇസ്രായേലിൻ്റെ പ്രത്യാശയെക്കുറിച്ചുള്ള ആ പ്രഖ്യാപനം യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ പ്രത്യാശ ദൈവത്തിൻ്റെ പുത്രനിൽ, അതായത് ഇമ്മാനുവേലിലാകുന്നു എന്നത്രേ നാം കാണുന്നത്. അവൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വരവിൽ. അതിൻ്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിനൊരു തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇതൊരു ഗൂഢാർത്ഥ പ്രയോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ നാം കാണുന്നതിന് അപ്പുറമായ ഒരു ആശയം ഇതിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. ആ ദേശത്തെ സംബന്ധിക്കുന്ന ഒരു പ്രവചനമായി നാം ഇതിനെ കാണുമ്പോൾ സിറിയാക്കാരുടെ ആക്രമണം, അതായത് ആരാമിൻ്റെ ആക്രമണം താരതമ്യേന കുറവായ വടക്ക് കിഴക്കൻ ദേശത്തെ ദൈവം ശിക്ഷിച്ചതും പിന്നീട് അശൂര്യർ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ സമയത്തുണ്ടായ കഠിന യാതനകളെക്കുറിച്ചും അത്രേ ഇത് സൂചിപ്പിക്കുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നാം കാണുന്നുണ്ട്. ഇവിടെ നാം വായിച്ചു, എന്നാൽ മഹത്വം വരുത്തും എന്ന പ്രയോഗം. ഇത് വിദൂര ഭാവിയിൽ യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിനെ സൂചിപ്പിക്കുന്നു. അവൻ ആ ദേശത്തെ മഹത്വപൂർണമാക്കി ഗലീലയെ ഒരു നിന്ദിക്കപ്പെട്ട ദേശമായി കണ്ടിരുന്നു.
കാരണം അവിടെ പാർത്തിരുന്നത് വിജാതികളായിരുന്നു, യഹൂദന്മാരല്ലായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അന്നത്തെ മതത്തിൻ്റെ കേന്ദ്രമായ യെരുശലേമിൽ കൂടി കടന്നുപോയി. യേശു ജനിച്ചതും വളർന്നതും യെരുശലേമിലായിരുന്നില്ല, നസ്രയത്തിലായിരുന്നു. അതായിരുന്നു അവൻ്റെ ജന്മഗൃഹം, അതായിരുന്നു അവൻ്റെ സ്വന്തം പട്ടണം. എന്നാൽ നസ്രയത്ത് അവനെ തള്ളിക്കളഞ്ഞപ്പോൾ അവൻ കഫർന്നഹൂമിലേക്കും, അതെ, രാഷ്ട്രത്തിൻ്റെ ഭ്രാന്തപ്രദേശമായ ഗലീല കടലിൻ്റെ തീരത്തുള്ള ഹീനമായ ആ ദേശത്തേക്ക് പോയി. സെബൂലൂൻ, നഫ്താലി ഈ ദേശങ്ങൾ രാഷ്ട്രത്തിൻ്റെ വടക്കാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇതിൽ നഫ്താലി ഗലീല കടലിൻ്റെ പടിഞ്ഞാറേ തീരത്തോട് ചേർന്ന് കിടന്നിരുന്നു. നസ്രയത്ത് സെബൂലൂൻ ദേശത്തായിരുന്നു. കഫർന്നഹൂം, അതായത് നമ്മുടെ കർത്താവിൻ്റെ പ്രവർത്തന കേന്ദ്രം, നഫ്താലി ദേശത്തായിരുന്നു. ഈ കാണുന്നതായ പടത്തിൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവ് ഒരിക്കലും തൻ്റെ ആസ്ഥാനം കഫർന്നഹൂമിൽ നിന്നും മാറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എത്രയും കഠിനമായി ന്യായവിധി ഈ ദേശത്തിന്മേൽ വരുമെന്ന് അവൻ മുന്നറിയിപ്പ് നൽകിയത്. കാരണം മറ്റേതൊരു സ്ഥലത്തേക്കാൾ അധികം വെളിച്ചം കിട്ടാൻ അവസരം കിട്ടിയത് ഈ കഫർന്നഹൂമിൽ ആയിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഞാനൊന്ന് വായിക്കാം. അവിടെ വളരെ കൃത്യമായി പറയുന്നത്, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി, നസ്രയത്ത് വിട്ട് സെബൂലുൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർന്നഹൂമിൽ ചെന്നു പാർത്തു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. നോക്കുക, സംശയത്തിന് ഇട കൊടുക്കാതെ മത്തായി അത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാഖ്യാനം തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നു, ഇല്ലേ? ഞാൻ വിശ്വസിക്കുന്നത് ഈ 2 അർത്ഥങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദേശത്തിലുള്ളതാകുന്നു എന്നത്രേ. രണ്ടും ശരിയാണ്. ഇനിയും 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നോക്കിക്കാട്ടെ. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നിന്ദിക്കപ്പെട്ടിരുന്ന ഗലീലയിൽ പാർത്തിരുന്ന ജനങ്ങൾ മത പാരമ്പര്യത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ഇരുട്ടിലായിരുന്നു. പുറത്തുനിന്നുള്ള വിഗ്രഹാരാധനയും പഴയ നിയമവും തമ്മിൽ കൂടിക്കലർന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഗലീലിയ. ഈ സ്ഥലത്ത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ജനങ്ങൾ വലിയ വെളിച്ചം കണ്ടു. ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവായ യേശുവിനെ അവർ കണ്ടു. അവൻ പറഞ്ഞു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന്. ക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിൽ അത് നിവൃത്തിയായി. ഇവിടെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ കർത്താവിൻ്റെ 1-ാമത്തെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നത്ര ഞാൻ കരുതുന്നത്. എന്നാൽ പിന്നീടുള്ള വാക്യങ്ങളിൽ ഏത് കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. 2ഉം 3ഉം വാക്യങ്ങൾക്കിടയിൽ കാലദൈർഘ്യത്തിൻ്റെ ഒരു വിടവുണ്ടെന്നാണ് പല ഉന്നതരായ വേദപണ്ഡിതന്മാരും പറയുന്നതും വിശ്വസിക്കുന്നതും. അവർ പറയുന്നത് 9-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ കർത്താവിൻ്റെ 1-ാമത്തെ വരവിനെക്കുറിച്ചും 3-ാം വാക്യം, അതെ, നാം കാണുവാൻ പോകുന്ന 3-ാം വാക്യം ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിനെ, ഇനിയും വരുവാനിരിക്കുന്നതിനെക്കുറിച്ചുമാകുന്നു എന്നാണ്. 3-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു, അവർ നിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. ദേശത്തിലെ ജനസംഖ്യ വളരെ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവർ കൂടുതൽ മതഭക്തരായി തീർന്നു. എന്നാൽ സന്തോഷം പോയിപ്പോയിരുന്നു. അവർക്കനേകം മതങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും അവർക്ക് ക്രിസ്തു ഉണ്ടായിരുന്നില്ല. അത് വലിയ വളർച്ചയുടെ കാലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ യഥാർത്ഥ സന്തോഷം അവർക്കില്ലായിരുന്നു. 2ഉം 3ഉം വാക്യങ്ങൾക്കിടയിലെ ഇടവേളയുടെ ദൈർഘ്യം ഇപ്പോൾ തന്നെ 2000 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് യെശയ്യാവ് ഈ കാലഘട്ടത്തെ സംബന്ധിച്ചൊരു പ്രവചനം നൽകാതിരുന്നത്? ഈ 2000 വർഷത്തെ ഒരു കാര്യവും പറയുന്നില്ല.
ഈ 2000 വർഷത്തെ, അതായത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും തമ്മിലുള്ള ആ ഇടവേള, അതേക്കുറിച്ച് യെശയ്യാവ് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഈ ഇടവേളയിലാണ് യെശയ്യാവ് കാണാതിരുന്ന, അല്ലെങ്കിൽ അവന് അജ്ഞാതമായിരുന്ന സഭയെ കർത്താവ് വിളിക്കുന്നത്. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ പൗലോസ് എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. തങ്ങൾക്ക് കാണാൻ കഴിയാത്തതിനെ പ്രവാചകന്മാർ വിട്ടുകളഞ്ഞതായി പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു. ഇവിടെ തങ്ങൾക്ക് വ്യക്തമാകാതിരുന്നത് അവർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നാം പഠിക്കുന്ന ഈ അധ്യായത്തിൽ യെശയ്യാവ് ചെയ്തതും അതാണ്. യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിൽ 2000 വർഷങ്ങൾ ദൈർഘ്യമുള്ള ഒരു കാലമായിരുന്നു യെശയ്യാവ് വിട്ടുകളയുന്നത് എന്ന് നാം കാണുവാൻ പോകുന്നു. 63-ാം അധ്യായത്തിൽ യെശയ്യാവിൻ്റെ കാലത്തെ ജനങ്ങൾക്ക് സഭയെ സംബന്ധിക്കുന്ന യാതൊരു വെളിപ്പാടും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് സഭയെക്കുറിച്ചുള്ള, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചുള്ള മർമ്മം വെളിപ്പെട്ടു വന്നതിനാൽ ആ വിടവ് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായോ? ഈ അധ്യായത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ചും അവർ വർദ്ധിക്കുന്നത് ആഹാസിൻ്റെ ഭരണത്തിലെ ജനങ്ങളുമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. പൗലോസ് പറയുന്നത് നോക്കൂ, സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി. അതുകൊണ്ട് സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് മറ്റൊരു വ്യത്യസ്തമായ കൂട്ടത്തിനാണെന്ന് ബോധ്യമായില്ലേ? യെശയ്യാവ് ഇവിടെ പറയുന്നത് ഒരു ജാതിയോട് മാത്രമാണ്. അത് ഇസ്രായേൽ ജാതിയോടാണ്. അതെ, ഇസ്രായേൽ ജനതയോട്. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിദ്യാൻ്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. എന്നാണ് ഈ ഭാരം നീങ്ങിപ്പോകുന്നത്? കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ അത് നീങ്ങിപ്പോകും. ഇസ്രായേലിൽ ഇന്ന് സമാധാനം അനുഭവിക്കുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവർ എല്ലാ ദിക്കിലേക്കും ചിതറപ്പെട്ടത് എന്തുകൊണ്ടാണ്? സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവനും അവരുടെ മശിഹ ആയവനുമായ ക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞു. അതാണ് അവർക്ക് സമാധാനമില്ലാത്തതിന് കാരണം. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നത് വരെയും അവരെ പീഡിപ്പിക്കുന്നവൻ്റെ ശക്തി നീങ്ങിപ്പോകുകയില്ല. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്ക് ഇരയായിത്തീരും. ഇസ്രായേൽ തങ്ങൾക്കുള്ള മശിഹായെ തള്ളിക്കളഞ്ഞു. അവൻ സമാധാന പ്രഭുവാണ്. പ്രതിസന്ധിയിലും പീഡനത്തിലും കഴിയുന്ന ജനങ്ങൾക്ക് സമാധാനം നൽകുവാൻ കഴിയുന്നവൻ അവിടുന്ന് മാത്രമാണ്. 3-ാം വാക്യത്തിലെ ചിന്തയെ ഈ വാക്യങ്ങൾ പൂർണ്ണമാക്കുമ്പോൾ തന്നെ ഭാവിയിൽ വരാനിരിക്കുന്ന മഹാപീഡന കാലത്തെക്കുറിച്ചും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് മശിഹായുടെ വരവിനെക്കുറിച്ചുള്ള പ്രവചനം ഒന്ന് ശ്രദ്ധിക്കാം. 5 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അത് കാണുവാനായിട്ട് സാധിക്കും. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്കിരയായി തീരും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ഇതെങ്ങനെ സംഭവിക്കും എന്ന് അന്നും ഇന്നും മനുഷ്യർ ചോദിക്കുന്നതാണ്. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ഇത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെ സൂചിപ്പിക്കുന്നതാണോ? അനേകം ക്രിസ്തു വിശ്വാസികളും അങ്ങനെയാണ് ചിന്തിക്കുന്നത്.
അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. കാരണം ക്രിസ്മസിൻ്റെ സമയത്താണല്ലോ സാധാരണ ഈ വാക്യം ഉദ്ധരിക്കാറുള്ളത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ സംബന്ധിച്ചുള്ള പ്രവചനമാകുന്നു എന്നത്രേ. യേശു ഇസ്രായേൽ ജാതിക്ക് വേണ്ടി ജനിക്കാനിരിക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഇതിനു മുമ്പേ ജനിച്ചത് ആർക്ക് വേണ്ടിയാകുന്നു എന്ന്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് എന്നതിനെക്കുറിച്ച് എന്ന പോലെ ഇത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. 3-ാം വാക്യത്തിൽ തുടങ്ങിയ ആ ചിന്ത തന്നെ ഈ വാക്യങ്ങളിലൂടെ തുടർന്ന് കർത്താവിൻ്റെ രണ്ടാം വരവിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. രണ്ടാമത്തെ വരവിൽ ഒരു ശിശു ജനിക്കുന്നത് എങ്ങനെയെന്ന് താങ്കൾക്ക് സംശയമില്ലേ? ഞാനത് വിശദീകരിക്കാം. ഒന്നാമത്തെ വരവിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ ഇസ്രായേലിന് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് കഴിഞ്ഞില്ല. അവർ അവനെ സ്വീകരിച്ചില്ലല്ലോ. അതേക്കുറിച്ച് യോഹന്നാൻ സുവിശേഷത്തിൽ ഇപ്രകാരം പറഞ്ഞു. 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ ബേത്ലഹേമിലായിരുന്നു ജനിച്ചതെങ്കിലും ഇസ്രായേൽ ജാതി അവനെ സ്വീകരിച്ചില്ല. ചുരുക്കം ചില ആട്ടിടയന്മാർ മാത്രമേ അവനെ അന്ന് പോയി കണ്ടുള്ളൂ, സ്വാഗതം ചെയ്തുള്ളൂ. അവനെ നമസ്കരിക്കാൻ വന്ന വിദ്വാൻമാർ പോലും അന്യനാട്ടിൽ നിന്നും വന്ന യഹൂദേതരരായിരുന്നു. 6-ാം വാക്യം താങ്കൾ ശ്രദ്ധയോടെ വായിക്കുന്നുവെങ്കിൽ തൻ്റെ ഒന്നാമത്തെ വരവിൽ അത് നിവൃത്തിയായില്ല എന്ന് കാണുവാൻ കഴിയും. അതുപോലെ 3-ഉം 5-ഉം വാക്യങ്ങളും 7-ഉം വാക്യവും ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൽ നിവൃത്തിയായില്ല എന്ന് കാണുവാൻ സാധിക്കും. ഈ ഭാഗത്ത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് ക്രിസ്തു ഇസ്രായേൽ ജാതിക്കായി ജനിക്കും എന്ന് പറയുന്നതായിരിക്കും ശരി. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രമായി ജനിക്കുമെന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 66-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 66-ന്റെ 7-ഉം 8-ഉം. നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ക്രിസ്തു വീണ്ടും വരുമ്പോൾ ഇസ്രായേൽ ജാതി വീണ്ടും ജനിക്കും. അതെ, അവൻ്റെ രണ്ടാമത്തെ വരവിൽ അവർ ഒരു ജാതിയായി ജനിക്കും. ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കർത്താവിൻ്റെ മനുഷ്യത്വത്തെ കുറിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരെതിർപ്പും ഞാൻ കാണുന്നില്ല. അത് അവൻ്റെ മനുഷ്യത്വത്തെ വ്യക്തമാക്കുന്ന പ്രയോഗമാണ്. മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്നത് തൻ്റെ ദൈവത്വത്തിൻ്റെ സൂചനയാണ്. അവൻ ഏകജാതനായ ദൈവപുത്രനാണ്. ഇത് യഥാർത്ഥമാകുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. അതെ, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും നാം ഈ വാക്യത്തിൽ കാണുന്നു എന്നത് ഒരു അത്ഭുതമാണല്ലേ. കന്യകയിൽ കൂടി സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവൻ എന്ന നിലയിൽ അവൻ ജനിച്ച ശിശുവാണ്. എന്നാൽ നിത്യപിതാവിൻ്റെ നിത്യപുത്രനായി നമ്മുടെ വീണ്ടെടുപ്പിനായി പിതാവിനാൽ അവൻ അയക്കപ്പെട്ടവൻ കൂടിയാകുന്നു. അതുകൊണ്ട് അവൻ നൽകപ്പെട്ട മകനാണ്. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും എന്ന് കാണുമ്പോൾ തോൾ ശക്തിയെയാണ് കാണിക്കുന്നത്. അവൻ്റെ രണ്ടാമത്തെ വരവിൽ ഈ ലോകത്തിൻ്റെ ഭരണം അവൻ്റെ ശക്തിയുള്ള തോളിൽ ആയിരിക്കും. എന്നാൽ ഒന്നാമത്തെ വരവിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. കർത്താവിന് നൽകപ്പെട്ടിരിക്കുന്ന പേരുകൾ ശ്രദ്ധിക്കുക. അത്ഭുത മന്ത്രി, ഇതൊരു വിശേഷണമല്ല, അവൻ്റെ പേരാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള ക്രിസ്തു യഹോവയുടെ സൈന്യത്തിൻ്റെ നായകനെന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുന്നതായി നാം കാണുന്നു. യഹോവയുടെ ദൂതൻ അവനോട്, എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത്, അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞത് നാം വായിക്കുന്നുണ്ട്. അതിശയമുള്ളത് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ എബ്രായ വാക്കാണ് അത്ഭുതം എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, അവിടുന്ന് അത്ഭുത മന്ത്രിയാകുന്നു. എന്നാൽ അന്ന് ജനം അതറിഞ്ഞില്ല. ഇന്നും ജനം ആ കാര്യം അതുപോലെ അറിയുന്നില്ല എന്നതാണ് വാസ്തവം. അവനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവമക്കൾ തന്നെയും അനേകർ യഥാർത്ഥത്തിൽ അവിടുന്ന് എത്ര അത്ഭുതവാനാകുന്നു എന്ന്
ഗ്രഹിച്ചിട്ടില്ല. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ സകല ശത്രുതയും അവൻ ഇല്ലാതാക്കും. അവൻ ഭൂമിയെ വാഴാൻ വരുന്നു. അവൻ്റെ പേര് അത്ഭുതവാൻ എന്നത്രേ. മന്ത്രി എന്നതിന് ആലോചനക്കാരൻ എന്ന അർത്ഥമാണുള്ളത്. കൗൺസിലർ എന്ന് കേട്ടിട്ടില്ലേ? അവൻ ഒരിക്കലും മനുഷ്യൻ്റെ ആലോചന ചോദിച്ചിട്ടില്ല. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, ദൈവത്തിന് ആലോചനക്കാരനായി ആരുമില്ല. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച്, സ്നേഹിതരെ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചില്ല. തിരുവചനത്തിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ താങ്കൾ വായിച്ചിട്ടുണ്ടോ? ഇല്ലെന്നുള്ളത് തീർച്ചയാണ്. മറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച്, ഇതാകുന്നു ഞാൻ ചെയ്യാൻ പോകുന്നത്, കാരണം ഇതെൻ്റെ പിതാവിൻ്റെ ഹിതമാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിസ്തു അത്രേ നമുക്ക് ജ്ഞാനം തരുന്നത്. നമ്മിലേറെയും അത്ര മിടുക്കുള്ളവരല്ല. നാം അവൻ്റെ സഹായം തേടി അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലേണ്ടതുണ്ട്. അടുത്ത പേര് നോക്കിക്കേ, വീരനാം ദൈവം. എബ്രായ ഭാഷയിൽ ഇതിനുള്ള വാക്ക് എൽ ഗിബോർ എന്നാണ്. വീരനാം ദൈവം, എല്ലാ ശക്തിയും നൽകപ്പെട്ടിട്ടുള്ളവൻ അവനാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. മറിയയുടെ ഉദരത്തിൽ നിസ്സഹായനായ ഒരു ശിശുവായി കിടന്നവൻ, പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ കയ്യിൽ ഒതുക്കിയിരിക്കുന്നവൻ അവനായിരുന്നു. അവൻ പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതെ, അവൻ വീരനാം ദൈവമാകുന്നു. മാത്രമല്ല നിത്യപിതാവ്. ഈ പേരിൻ്റെ അർത്ഥം അവൻ നിത്യതയുടെ പിതാവാകുന്നു എന്നത്രേ. അവൻ സകലത്തിൻ്റെയും സൃഷ്ടാവാണ് എന്ന അർത്ഥമാണ് ഇത് നൽകുന്നത്. സമയം, കാലങ്ങൾ എന്നിങ്ങനെ സകലത്തിൻ്റെയും സൃഷ്ടാവ്. പൗലോസ് അതേക്കുറിച്ച് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നത് വളരെ മനോഹരമാണ്. പൗലോസ് പറഞ്ഞു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇനിയും എബ്രായ ലേഖകൻ പറയുന്നു, എബ്രായ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കിയെന്ന്. അതെ, അവിടുന്ന് നിത്യപിതാവാണ്. അവന് കൊടുത്തിരിക്കുന്ന അടുത്ത പേര് സമാധാന പ്രഭു എന്നാണ്. ഇതിൻ്റെ എബ്രായ വാക്ക് സർ ശലോഹിം. യേശു ഭൂമിയെ വാഴുന്നത് വരെ ഭൂമിയിൽ സമാധാനം ഉണ്ടായിരിക്കേയില്ല എന്നത് നമുക്കറിയാം. ഇത് ഏതെങ്കിലും വിധത്തിൽ പക്ഷം പിടിച്ച് പറയുകയല്ല, അതാണ് സത്യം. അതെല്ലാവരും സമ്മതിക്കും. യേശുവിൻ്റെ ഭരണത്തിൽ കടബാധ്യതയുണ്ടാവില്ല. പുരോഗതിയും വളർച്ചയും എല്ലാ രംഗത്തും പ്രകടമാകും. അവൻ്റെ വാഴ്ചയിൽ 2 ദിനങ്ങൾ ഒരുപോലെ ആയിരിക്കേയില്ല. 2 ബോറൻ ദിനങ്ങളുണ്ടാകുകയില്ല. അവൻ്റെ വാഴ്ച ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമായിരിക്കും. യേശു ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ പോകുന്നു. അവൻ്റെ 2ാമത്തെ വരവിൽ സംഭവിക്കുവാൻ പോകുന്ന അക്ഷരിക സിംഹാസനാരോഹണമാണിത്. അവൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകത നീതിയുള്ള ഭരണം എന്നതത്രേ. അവൻ്റെ ഭരണത്തിൽ നീതി പ്രബലപ്പെടും. മനുഷ്യൻ്റെ പദ്ധതിയല്ല, യഹോവയുടെ തീഷ്ണതയാണ് ഇതൊക്കെയും ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ സഹായം നാം തുടർന്ന് കാണുന്നു. യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗം 8 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഇസ്രായേലിൻ്റെ അന്നത്തെ, അതായത് യെശയ്യാവിൻ്റെ കാലത്തെ പ്രാദേശിക സാഹചര്യത്തെക്കുറിച്ചാണ്. ഇത് സമീപ ഭാവിയിൽ അതിൻ്റെ ഭാഗികമായ പൂർത്തീകരണം നടന്നു. എന്നാൽ അതിൻ്റെ ആത്യന്തികമായ സമ്പൂർണമായ പൂർത്തീകരണം മഹാപീഡന കാലത്താണ് നടക്കുവാൻ പോകുന്നത്. ദൈവം ഈ ജനതയെ ശിക്ഷിക്കുന്നത് തുടരും. എന്നാൽ ആധുനിക മനുഷ്യൻ ഇത് കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. സന്തോഷിപ്പിക്കുന്ന ചിലത്, രസിപ്പിക്കുന്ന ചിലത്, അത് കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ചരിത്ര പുസ്തകം പരിശോധിച്ച് നോക്കുക. ദൈവത്തെ ഉപേക്ഷിച്ച് ഇസ്രായേലിനും മറ്റ് ജാതികൾക്കും എന്ത് സംഭവിച്ചു എന്ന് അതിൽ വ്യക്തമായി കാണുവാൻ സാധിക്കും. അവർക്ക് പറയുവാനുള്ളത് നിരാശയുടെയും ധാർമ്മിക അധപ്പതനത്തിൻ്റെയും കഷ്ടതകളുടെയും കഥയാണ്.
സമാധാനമില്ലാത്ത സ്ഥിതിവിശേഷം. എന്നാൽ യേശുവിൻ്റെ ഭരണം ഈ ജനത്തിന് നൽകുവാൻ പോകുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. അത് ഇന്ന് നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സുവാർത്ത. അതിന് നാം ചെയ്യേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നാം ആയിത്തീരണം. നാം അവനെ വിശ്വസിക്കണം. നാം അവനെ പിൻപറ്റുവാൻ, അവനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിപ്പാൻ തയ്യാറാകണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സ്വർഗീയ അനുഭവങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഏകജാതനായ പുത്രനെ നൽകുക നിമിത്തം ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹമാണ് വെളിപ്പെട്ടിരിക്കുന്നത്. ദൈവം മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാപദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ്റെ ഓഹരിക്കാരായി തീരുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? തിരുവചനം പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ.